ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 16, 2024 ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഒക്കെ നടക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളാണ്. ഏഷ്യയിലും തെക്കേ അമേരിക്കയിലുമൊക്കെ നടക്കുന്നത് 2026 വടക്കേ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് വേണ്ടിയുള്ള യോഗ്യതാ മത്സരങ്ങളാണ്. അതേസമയം യൂറോപ്പിൽ നടക്കുന്നത് യുവേഫ നാഷണൽസ് കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. ഇന്ന് പകൽ മുഴുവൻ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ചർച്ച ചെയ്തത് ഇന്നലെ നാഷണൽസ് കപ്പിന് വേണ്ടി പോർച്ചുഗലും പോളണ്ടും തമ്മിൽ നടന്ന മത്സരത്തെക്കുറിച്ചാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന 39 വയസ്സുകാരൻ നേടിയ ഒരു ഗോളാണ് ഇന്ന് മുഴുവൻ ലോകമെമ്പാടും ചർച്ച ചെയ്തത്. 39ാമത്തെ വയസ്സിലും അദ്ദേഹം ഇന്നലെ ഒരു ബൈസിക്കിൾ കിക്ക് വഴി ഒരു കളിയുടെ അന്ത്യനിമിഷങ്ങളിൽ ഗോൾ നേടി. ഒരു പെനാൽറ്റി അടക്കം 2 ഗോളാണ് ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയത്. മത്സരത്തിൽ പോർച്ചുഗൽ 5-1 പോളണ്ടിനെ തോൽപ്പിച്ചു. ഇതോടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൊത്തം ഗോൾ സമ്പാദ്യം 910 ആയി. പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം നേടിയ 135ാമത്തെ ഗോളായിരുന്നു ഇന്നലെ. ബാക്കിയുള്ള ഗോളുകൾ ക്ലബിന് വേണ്ടി നേടിയതാണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 1000 ഗോൾ തേക്കാൻ ഇനി 90 ഗോൾ കൂടി മതി. മറ്റൊരു പ്രമുഖ മത്സരത്തിൽ സ്കോട്ട്ലൻഡ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചു. ക്രൊയേഷ്യയ്ക്ക് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി താരങ്ങളായ ജോസ്കോ ഗാഡിയോൾ, കോവാസിക് തുടങ്ങിയ പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സ്കോട്ട്ലൻഡ് ഒരൊറ്റ ഗോളിന് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി. മറ്റൊരു ശ്രദ്ധേയമായ മത്സരത്തിൽ സ്പെയിൻ ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി. ഇനി തെക്കേ അമേരിക്കയിലേക്ക് വന്നാൽ അവിടെ നടക്കുന്നത് ലോകകപ്പിന് വേണ്ടിയുള്ള യോഗ്യതാ മത്സരങ്ങളാണ്. ഇന്നലെ നടന്ന ഒരു മത്സരത്തിൽ, അത് ഇന്ന് പുലർച്ചെ നടന്നൊരു മത്സരത്തിൽ ഉറുഗ്വേ കൊളംബിയയെ പരാജയപ്പെടുത്തി. ഇതോടെ ഉറുഗ്വേ തെക്കേ അമേരിക്കയിലെ ലോകകപ്പിന് വേണ്ടിയുള്ള യോഗ്യതാ മത്സരത്തിൻ്റെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതേസമയം ബ്രസീൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇനി ഈ ആഴ്ച നടക്കുന്ന ഒരു മത്സരത്തിൽ ബ്രസീലും ഉറുഗ്വേയും തമ്മിലൊരു മത്സരമുണ്ട്. അതിൽ വിജയിച്ചാൽ മാത്രമേ ബ്രസീലിന് 3ാം സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയുകയുള്ളൂ. ഏഷ്യയിൽ നടന്ന ക്വാളിഫയിങ് മത്സരങ്ങളിൽ ഇന്നലെ ജപ്പാൻ ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി ഗ്രൂപ്പിൽ തങ്ങളുടെ 1ാം സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഫുട്ബോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.